നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ വിധിച്ചതിന് ശേഷം ഒരു കൂസലുമില്ലാതെ ചെന്താമര ഇറങ്ങി വരുന്നതെന്ന് കാണാം. എന്തിനും പറയാനുണ്ടോ? ശിക്ഷ വഹിക്കുന്നുണ്ടോ? എന്തിനും പറയാനുണ്ടോ? ശിക്ഷ വഹിക്കുന്നുണ്ടോ? പറയാനുണ്ടോ ചെന്താമര? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ ചെന്താമര എന്ന കൊടും ക്രിമിനൽ. ഒരു മന്ത്രവാദിയുടെ വാക്കും കേട്ട് ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ ചെന്താമര. ചെന്താമരയുടെ ഭാര്യയും മക്കളും പിണങ്ങിപ്പോയി. നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണ് എന്ന് ജ്യോത്സ്യൻ ചെന്താമരയോട് പറയുന്നു. ചെന്താമരയുടെ വീട്ടിൻ്റെ അടുത്താണ് ആ കുടുംബവും താമസിക്കുന്നത്. അപ്പോൾ ചെന്താമരയുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് സജിത എന്ന സ്ത്രീയാണ്. അങ്ങനെ ചെന്താമര ഒരു ദിവസം ഉച്ച സമയത്ത് സജിത വീട്ടിലെന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ വേറെ ആരുമില്ലായിരുന്നു. ആ സമയത്ത് ഇയാൾ അയൽവക്കത്തെ വീട്ടിൽ കയറി വരുന്നു. നീണ്ട മുടിയാണ് ഈ സജിതയ്ക്ക്. ആ സജിതയെ വന്ന് അവിടെ ഇട്ട് കൊലപ്പെടുത്തുന്നു. കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ വനത്തിനിടയിൽ പോയി ഒളിച്ചിരുന്ന് വിശപ്പ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വയറ് വിശപ്പ് തുടങ്ങി. അപ്പോൾ ഇറങ്ങി ഇയാളെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ ഇട്ട് പോലീസ് പിടിക്കുന്നു. ഇയാളെ അറസ്റ്റ് ചെയ്ത് പോയി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വീണ്ടും ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയാണ്. അപ്പം ഇതിനു മുമ്പും ഈ സജിതയെ കൊലപ്പെടുത്തുന്നതിന് മുമ്പും ഇയാൾ വേറൊരു കുറ്റകൃത്യവും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയണത്. ഇത് നിരന്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളിനെ ജാമ്യത്തിലങ്ങ് വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ജാമ്യത്തിൽ വിട്ടതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സജിതയുടെ ഭർത്താവിനെ ചെന്താമര വീണ്ടും തൊട്ടടുത്ത വീട്ടിലിരുന്നുകൊണ്ട് കൊലപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയത് ഈ ഒരു കുടുംബം കാരണമാണ്. ഭാര്യയും മക്കളും പിണങ്ങിപ്പോയത് ഈ ഒരു കുടുംബം കാരണമാണെന്ന് ജ്യോത്സ്യൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചേക്കുന്നു. അത് ഏത് കുടുംബമാണെന്നും ജ്യോത്സ്യൻ പറഞ്ഞില്ല. മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ മുട്ടോളം മുടിയുള്ള ഒരു സ്ത്രീയാണ് ഈ സജിത എന്ന് പറയുന്ന അയൽവാസി. അപ്പോൾ അതുകൊണ്ടാണ് സജിതയെ കൊലപ്പെടുത്തുന്നത്. സജിതയുടെ ഭർത്താവ് എവിടെ പോയിട്ട് സജിതയുടെ വീട്ടിലേക്ക് കയറി വരാൻ ബൈക്കിൽ വന്നപ്പോൾ ആ മുറ്റത്ത് ഭാഗത്തിട്ട് സജിതയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുന്നത്. സുധാകരൻ എന്നാണ് സജിതയുടെ ഭർത്താവിൻ്റെ പേര്. സുധാകരൻ്റെ അമ്മ ഓടി വരുന്നു. അപ്പോൾ സുധാകരൻ്റെ അമ്മയെയും കൊന്നു. അപ്പം മൊത്തത്തിൽ 3 പേരെ. ആദ്യം സജിതയെ കൊല്ലുന്നു, വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് സജിതയുടെ ഭർത്താവിനെ കൊല്ലുന്നു, പിന്നെ അതിനുശേഷം സുധാകരൻ്റെ അമ്മയെയും കൊല്ലുന്നു. എന്നിട്ട് ആൾ വീണ്ടും ഒളിവിൽ പോയാണ്. മക്കൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആ മക്കൾ രക്ഷപ്പെട്ടു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇറങ്ങി വരുന്നു. ഇത് തന്നെയാണ് ഇയാളെ സ്ഥിരം പരിപാടി. ഒരു ഭാവ വ്യത്യാസം പോലും ഇയാൾക്കില്ല. വീണ്ടും ഇയാളെ പക ഇരട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇയാൾ ജയിലിലായിരുന്നു. ഇപ്പോൾ വധശിക്ഷ അയാൾക്ക് വിധിച്ചിട്ടുണ്ട്. വധശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ആയില്ല. ആ കുട്ടികൾ തന്നെ പറയുന്നുണ്ട് വധശിക്ഷ എന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് ഇപ്പോഴും പേടിയാണ്. ആ മക്കൾക്ക് ഇനി ആ 2 മക്കളും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പം അവർക്ക് പേടിയാണ്. ഇനിയും അയാൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പേടി. അയാൾക്ക് ഒരു ഭാവ വ്യത്യാസം പോലും ഇല്ല. അയാൾ കോടതിക്ക് മുന്നിൽ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും അയാൾ മറുപടി ഒരു കൂസലുമില്ലാതെ തർക്കുത്തരങ്ങളാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നെ 20 ലക്ഷം രൂപ ഈ സജിതയുടെയും സുധാകരൻ്റെയും മക്കൾക്കായിട്ട് 20 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്നും. കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ച ഉത്തരവായിരിക്കുന്നു. പാലക്കാട് സെഷൻസ് കോടതി ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ സംസാരിക്കുകയാണ്.
കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് കോടതി അതേപോലെ ഇതാക്കി. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. മോൾക്ക് ജോലി നൽകാമെന്ന് പോലും വിധിയിലുണ്ട്. ജോലി നൽകണമെന്നത് കൂടി കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ പറയുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയും പുറത്തിറങ്ങിയാൽ നിങ്ങളെയൊക്കെ വധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു വിധി. ഇനിയും അയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുമെന്നുള്ളത് അപ്പോൾ മനസ്സിലായി. ഇനി ആ കുടുംബത്തിലുള്ളത് ഈ 2 പെൺമക്കൾ മാത്രമാണ്. കുട്ടിയുടെ അപ്പൂപ്പനും അമ്മുമ്മയും ഉണ്ട്. അവർ വയസ്സായതാണ്. പിന്നെ അമ്മയുടെ അനുജത്തി, അവരാണിപ്പോൾ ഈ 2 കുട്ടികളെയും സംരക്ഷിക്കുന്നത്. ഈ വീട്ടിൽ പോലും, ആ കൊലപാതകം നടന്ന വീട്ടിൽ, അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ പോലും ഇനി അവർ വരുന്നില്ല. അവർ എത്രയോ നാളായി അവിടെ നിന്ന് പോയിട്ട്. അമ്മയുടെയും അച്ഛൻ്റെയും ഓർമ്മകൾ, അച്ഛമ്മയുടെയും ഓർമ്മകളാണ് ആ വീട്ടിൽ. അതുകൊണ്ട് അവർ വരുന്നില്ല. ആ വീടങ്ങ് കാട് മൂടി കിടക്കുകയാണ്. തൊട്ട് ചേർന്നാണ് ഈ ചെന്താമരയായ കൊലയാളിയുടെ വീടും. അതവർക്ക് ഒരു ഭയപ്പെടുത്തുന്ന ഓർമ്മകളാണ്. അതുപോലെ ഈ കുട്ടികൾ പറയുന്നുണ്ട്, നമുക്ക് രാത്രിയിൽ ടോയ്ലറ്റിൽ പോകാൻ അങ്ങനെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഇയാളെ മുഖമാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇയാളിന് ജയിലിൽ ചാടിയോ എന്തോ എന്ന് പോലും അറിയാൻ വയ്യ എന്ന് വരെ തോന്നിപ്പോവും. എത്രയോ പേരങ്ങനെ വധശിക്ഷയൊക്കെ വിധിച്ച് കിടക്കുന്നവർ ജയിലിൽ ചാടണവരുണ്ട്. ചാടിയിട്ട് ഇതുപോലെ ഈ ബാക്കിയുള്ളവരെ കൂടി കൊലപ്പെടുത്താനായിട്ട് ഇറങ്ങുന്നവരുണ്ട്. അതൊക്കെ ഈ കുട്ടികളുടെ മനസ്സിലിങ്ങനെ ഭീതിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണം. വധശിക്ഷ വിധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വധശിക്ഷ നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ അവർക്ക്, ആ കുട്ടികൾക്ക് നീതി കിട്ടൂ. ഇപ്പം നീതി കിട്ടി എന്ന് പറയാൻ പൂർണ്ണമായിട്ടും ആയിട്ടില്ല. അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളായിട്ടാണ് ഇരിക്കണത്. നാട്ടിലേക്ക് പോകാം. അങ്ങനെ പോകുമോ നിങ്ങളുടൻ? ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ വെച്ചിരിക്കണം. അച്ഛമ്മൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവില്ല. ഇപ്പോൾ 20 ലക്ഷം രൂപ പിഴ നൽകണമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആകെ മോശം അവസ്ഥയിലാണല്ലോ. അത് ഒരു വലിയ സഹായമാവും തോന്നുന്നു. അതെ, സഹായമാവും തോന്നുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജഡ്ജിക്കായാലും ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കോടതി വരാന്തിയിൽ നിൽക്കുമ്പോൾ ചെന്താമര പലപ്പോഴും നോക്കി. പക്ഷേ ഈ ഒരു ഊർജിതം ആ അമ്മയെ കൊന്ന സമയത്ത് ഇങ്ങനെ ഒരു ഊർജിതം കാണിച്ചിരുന്നെങ്കിൽ ആ അച്ഛനും അച്ഛമ്മയും ജീവിച്ചിരിക്കുമായിരുന്നു. അമ്മ മാത്രമേ കൊലപ്പെടുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് 3 പേരും, ആ കുടുംബത്തിലെ 3 പേരും ഇല്ലാതായി. അന്ന് ഒരു അലസത പോലെയായിരുന്നു. ഇത്രയും ഒരു കൊലപാതകം ചെയ്ത ഒരാളെ, ഇത്രയും ക്രിമിനലായിട്ടുള്ള ഒരാളിനെ ജാമ്യത്തിൽ ഇറക്കി വിടണമെങ്കിൽ പിന്നെ എന്തായിരിക്കും നടക്കുന്നത്? അയാളെ വൈരാഗ്യം കയറി വന്നു. എൻ്റെ ഭാര്യയും മക്കളും പോയി, അതിന് ഉത്തരവാദി അവളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അവളെ കുടുംബമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരെ തീർത്തത്. ഇപ്പോഴും അയാൾ വെല്ലുവിളിക്കുന്നത് ഇനി 2 പേര് ബാക്കിയുണ്ടെന്നാണ്. ഈ കുട്ടികളെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കുട്ടിയൊക്കെ എപ്പോഴും പേടിയാണ്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണം. പേടിപ്പിക്കാറുണ്ട്. വലിയ ഭയം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ എന്താണ് ഇന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയർ കൊടുത്ത് എന്തായാലും പക്ഷേ പ്രതിഭാഗം വീണ്ടും അപ്പീലിന് പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പീല് പോയാൽ നമ്മളും അപ്പീലിന് പോകും. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. കോടതി കുറ്റക്കാരനാണെന്ന് 16-ാം തീയതി തന്നെ കോടതി പറഞ്ഞു കഴിഞ്ഞു. ചെന്താമര കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കേസിൻ്റെ വിധി മാറ്റിവെച്ചിട്ടാണ് ഇന്നിപ്പോൾ വീണ്ടും വിധി വന്നത്. ഇന്ന് വിധി വന്നപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചു. കോടതി ചോദിക്കുന്നു ചെന്താമരയുടെ മകളെ കാണണ്ടേ എന്ന്. അപ്പോൾ പറയുന്നത്, ഞാൻ ജയിലിൽ കിടക്കുന്ന ഞാൻ എങ്ങനെയാണ് എൻ്റെ മകളെ കാണുന്നതെന്ന്. എല്ലാത്തിനും ഇയാൾ തർക്കുത്തരമാണ് പറയണത്.
പെൺമക്കളെ അനാഥരാക്കിയ കേരളത്തെ നടുക്കിയ നെന്മാറ ഇരട്ട കൊലപാതക കേസ്. ആ കേസിലെ ഏക പ്രതി ചെന്താമരയെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും അയാൾക്ക് കുറ്റബോധം ഏതുമില്ലായിരുന്നുവെന്ന് മാത്രമല്ല, തികഞ്ഞ അഹങ്കാരത്തോടെയും ധിക്കാരത്തോടെയുമാണ് ചെന്താമര കോടതിയുടെ ചോദ്യങ്ങൾക്ക് പോലും മറുപടി പറഞ്ഞത്. ഒരു ചെകിടത്തടിച്ചാൽ മറ്റേ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ജയിലിൽ പോകുമ്പോൾ അയാൾ ഒരുമാതിരിയാണ് ഇരുന്നത്. ഇപ്പോൾ അയാൾ കനത്ത് കൊഴുത്ത് വെളുത്താണ് അയാൾ ഇപ്പം ഇയാളെ കാണാൻ കഴിഞ്ഞത്. തിന്ന് ക്നാച്ച് കിടക്കുകയാണ്. വലിയ ജനങ്ങൾ പറയണത് എന്തിനാണ് ജയിലിൽ കൊണ്ടുപോകണത്? തീറ്റിപ്പോറ്റാ, നല്ല നല്ല ആഹാരങ്ങൾ കൊടുത്ത് തീറ്റിപ്പോറ്റി ദിവസ വരുമാനം ഉണ്ടാക്കിയാണ് ജയിലിൽ കിടക്കണത്. അവർക്ക് അവിടെ സുഖമല്ലേ? ഇതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരുന്നതല്ലാതെ ഇത് കുറഞ്ഞു വരുന്നുണ്ടോ? ചെകിടും കാണിക്കാൻ താൻ ഗാന്ധിജി അല്ല എന്നും, രണ്ടുപേരെ കൊന്നു, വേണ്ടി വന്നാൽ ഇനിയും ആളുകളെ കൊല്ലുമെന്നും, അതുപോലെ തന്നെ എഴുതാൻ പറ്റുന്നത് എഴുതിക്കോ കോടതിയിൽ പറഞ്ഞതാണ്. 16-ാം തീയതി അവിടെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴത്തേക്ക് കോടതിക്ക് മുന്നാകെ പറഞ്ഞതാണ്, ഒരു ചെകിടത്തടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയല്ലെന്ന്, വേണ്ടി വന്നാൽ ഞാൻ ഇനിയും കൊല്ലുമെന്ന് പറഞ്ഞാൽ ഈ 2 കുട്ടികളെയും അതിലുള്ള ഇനി അവരെ ബന്ധത്തിലുള്ളതും പിന്നെ തൊട്ട് അയൽവാസിയായ പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ പറഞ്ഞ് അവരെ കൊലപ്പെടുത്താനും ഇയാൾ ശ്രമങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ അന്ന് ഈ 2ാമത്തെ പ്രാവശ്യം സുധാകരനെ കൊല്ലുന്ന സമയത്ത് ഈ പുഷ്പയെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടാണ് പോയത് ജയിലിലേക്ക്. പുഷ്പ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി, എങ്ങോട്ടോ പോയി ജീവനും കൊണ്ട്. അവരെ ജീവനിൽ അവർക്ക് പേടിയുണ്ടായിരുന്നു, അവരെങ്ങോട്ടോ പോയി എന്ന് ജഡ്ജിയോട് വരെ ചെന്താമര പറഞ്ഞു. ഇങ്ങനെ അവസ്ഥ നിങ്ങൾക്കും വരണം, അപ്പോൾ അറിയാം എനിക്ക് തടസ്സം നിന്നാൽ ഇങ്ങനെയായിരിക്കും പെരുമാറ്റമെന്നും ചെന്താമര കോടതിയിൽ പറഞ്ഞു. ആ തികഞ്ഞ ക്രിമിനലിന്റെ പകയെടുത്തത് ഒരു കുടുംബത്തിലെ 3 പേരെയാണ്. സുധാകരന്റെയും സജിതയുടെയും മക്കളും ബന്ധുക്കളും ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. ഭയന്നാണ് ജീവിതമെന്ന് അവർ പലതവണ അധികാരികളെ അറിയിച്ചതാണ്. ഇന്നലെ കോടതിയിൽ വെച്ച് മാധ്യമങ്ങളോടും അവർ അത് തന്നെ ആവർത്തിച്ചു. മാതാപിതാക്കൾ അനുഭവിച്ച വേദന ചെന്താമരയും അറിയണമെന്നും കൊല്ലപ്പെട്ട സുധാകരൻ അമ്മയെ കൊലപ്പെടുത്തിയ സമയത്തെ ഈ കുട്ടികൾ പറഞ്ഞു, നമുക്ക് പേടിയാണ്, ഇയാളെ പേടിയാണ്, ഇയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ആ അയൽവാസികൾ എല്ലാം ഒന്നോടെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇയാളെ പേടിയാണ് എന്ന്. എന്നിട്ടാണ് അത് വീണ്ടും ഈ കുട്ടികളെ അച്ഛനെയും അച്ഛമ്മയും കൊന്നത്. ഇതിലിപ്പോൾ ഒരു കുട്ടിക്ക് എന്തോ ജോലിയുണ്ട്, അതിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്. അത് ഇളയ കുട്ടിക്ക് അതിന് ജോലി സർക്കാർ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഒരനക്കവും ഇല്ല. മക്കൾ പറയുന്നു, നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ ഭാര്യ, അതുപോലെ തന്നെ പ്രതിയുടെ സഹോദരൻ, കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ സാക്ഷിയെ വിസ്തരിച്ച 44 പേരും നീതിക്കും ന്യായത്തിനുമായി നിലകൊണ്ടതോടെയാണ് പ്രതിക്ക് ശിക്ഷ ലഭിച്ചത്. 2ാം കേസിൽ 4 പേർ കൂറുമാറിയെങ്കിലും ശക്തമായ തെളിവുകൾ ഉള്ളതിനാൽ കാര്യമുണ്ടായില്ല. 2ാമത് നടന്ന ഇരട്ടക്കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച ഏറെ. 4 പേര് കൂറുമാറിയത് ചെന്താമരയുടെ ബന്ധത്തില് ജ്യേഷ്ഠനോ അങ്ങനെയാണ് അവരെ ബന്ധത്തിലുള്ള 4 പേരായിരുന്നു. പറഞ്ഞാൽ ഈ ചെന്താമരയെ പേടിയായതുകൊണ്ട് അയാൾ ഇനി ഇറങ്ങിയിട്ട് എന്തെങ്കിലും അവരെയും ചെയ്യുമെന്നുള്ള പേടി കൊണ്ട് അവര് മാറ്റി പറയുകയാണ് ചെയ്തത്. എന്നാലും ആ കേസ് വിജയിച്ചു. വിവാദമായിരുന്നു. ഇതോടെ കേസ് അന്വേഷണത്തിൽ പോലീസ് അതീവ ജാഗ്രതയിലുമായിരുന്നു. പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു. ഇതെല്ലാം പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതോടെയാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. കോടതിയുടെ ചില ചോദ്യങ്ങൾക്ക് ചെന്താമര നൽകിയ മറുപടികളും വ്യത്യസ്തമായിരുന്നു. സഹതടവുകാരുമായി അടുത്ത ബന്ധമൊന്നും കാണിക്കാറില്ല എന്നാണല്ലോ റിപ്പോർട്ടെന്ന് കോടതി ചോദിച്ചപ്പോൾ ചതിയന്മാരെയും കള്ളന്മാരെയും വഞ്ചകരെയും എനിക്ക് ഇഷ്ടമല്ല എന്നായിരുന്നു പ്രതി ചെന്താമരയുടെ മറുപടി. നിങ്ങൾ 8ാം ക്ലാസ് പാസ്സായോ എന്ന കോടതി ചോദ്യത്തിന് അധ്യാപകനെ തല്ലിയവനെ എങ്ങനെ ജയിപ്പിക്കൂ എന്നായിരുന്നു. കൊലയാളികളെയാണ് ഇഷ്ടം, ചതിയന്മാരെയും വഞ്ചകന്മാരെയും ഇഷ്ടമല്ലെന്ന് ചെന്താമരയ്ക്ക്. ചെന്താമരയെ പോലെയുള്ള കൊലയാളികളെയാണ് ഇഷ്ടം. പ്രതിയുടെ മറുപടി. പ്രതിയുടെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് പ്രധാന വഴി ഒഴിവാക്കി ജില്ലാ കോടതി കെട്ടിടത്തിനുള്ളിൽ കൂടിയാണ് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് എത്തിച്ചത്. അയൽവാസികളായ 3 പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയാണ് ചെന്താമര എന്ന കൊടും കുറ്റവാളി ജയിലിലായത്. 1.5 വർഷത്തിനു ശേഷം കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അയൽവാസിയായ സജിത എന്ന സ്ത്രീയെ കൊലപ്പെടുത്തി ശിക്ഷയിൽ കഴിയുന്നതിനിടെ ജാമ്യത്തിലിറങ്ങിയപ്പോഴായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ചെന്താമരയുടെ ഭാര്യ അയാളുമായി പിരിയാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. എന്തായാലും ഇതൊക്കെയാണ് ചെന്താമരയുടെ ഇത്.
ഇനി ആ കുട്ടികൾക്ക് നീതി വേണമെങ്കിൽ ഇനി ഇയാളെ എത്രയും പെട്ടെന്ന് വധശിക്ഷ നടപ്പിലാക്കണം. ഇനി അപ്പീലിന് പോയിട്ട് വീണ്ടും ഇനി ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്ന് ജയിലിലിട്ട് തീറ്റിപ്പോറ്റി വിടാമെന്നുള്ള ഒരു വിചാരമാണെങ്കിൽ ആ കുട്ടികൾക്ക് നീതി കിട്ടൂല. ഇതുപോലെ ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ട്. ശിക്ഷ വിധിച്ച എത്രയോ പേര്, 37 പേര് പല പല ജയിലുകളിലായിട്ട് കിടക്കുന്നവരുണ്ട്. ചെന്താമരയും കൂടെ കൂട്ടി 38 പേരായിട്ടുണ്ട്. ഇതുവരെയും ശിക്ഷ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 37 പേരെയും ഈ 38ാമത്തെ ആളിനെയും കൊണ്ടുവന്ന് പല പല ജയിലുകളിലായിട്ട് ഇട്ടിരിക്കുന്നത്. ഇതുവരെയും നടപ്പാക്കിയിട്ടില്ല, ഒന്നുപോലും ശിക്ഷ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടി വരണത്. എന്തായാലും ആ കുട്ടിക്ക് ജീവനിൽ പേടിയുണ്ട്. അത് ജീവനിൽ പേടി ഇല്ലാതിരിക്കണമെങ്കിൽ ഇയാളെ എത്രയും പെട്ടെന്ന് ഇയാളെ ശിക്ഷ നടപ്പാക്കണം. അതുപോലെ ഈ കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 20 ലക്ഷം രൂപ കൊടുക്കുകയും പിന്നെ ആ ഒരു ഇളയ മകൾക്ക് ജോലിയും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറെ ഒരു സമാധാനം, പ്രധാനമായിട്ട് സമാധാനമാകുന്നത് ചെന്താമരയെ ഇല്ലാതാക്കണം. നിസ്സാരമായ ഒരു മന്ത്രവാദിയുടെ വാക്കിലാണ് ഈ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചത്. ഓരോരുത്തരും പോയി മന്ത്രവാദം ചെയ്യുകയും ഭസ്മ ഇടുകയൊക്കെ ചെയ്തിട്ട് അവരങ്ങനെയാണ് ഇങ്ങനെയാണ് അവരെ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയണതാണ് ഇങ്ങനെയൊക്കെ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഓരോന്ന് ഇറങ്ങിത്തിരിക്കണത്.